സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദ് എഴുതിയ നോവൽ സുമംഗലി തുടരുന്നു. അധ്യായം 9. എന്താ ചന്തുവേട്ടാ ഇത്? ചന്തുവിനെ നോക്കി കല്യാണി പരിഭവത്തിൽ ചിണുങ്ങി. ചന്തുവിൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റ് അവൾക്ക് മനസ്സിലായതേയില്ല. മോളെ ഇങ്ങോട്ട് തരൂന്നേ. അമ്മുവിനായി കല്യാണി കൈ നീട്ടി. ഞാനല്ലാതെ ആരാ അവൾക്ക് മുല കൊടുക്കുക? ചന്തുവേട്ടനെ കൊണ്ട് അത് പറ്റില്ലല്ലോ. ചിരിയും നാണവും അവളുടെ മുഖത്ത് തിങ്ങി. ചന്തുവിൽ പക്ഷേ യാതൊരു അരിവും പ്രകടമായില്ല. അതോടെ കുട്ടി കരയാനും തുടങ്ങി. ഈ ചന്തുവേട്ടൻ്റെ ഒരു കുറുമ്പ്. മോളെ ഇങ്ങോട്ട് തരണുണ്ടോ? കുട്ടി കരണേത് കണ്ടില്ലേ? പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ ഒരു തമാശ. കല്യാണി ഒച്ച വെച്ചു. മകൾക്കായി പിടുത്തം വിട്ടു. ചന്തു പക്ഷേ കുട്ടിയെ കൊടുത്തില്ല. തമാശയൊന്നുമല്ല. ഇനി നീ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കണ്ട, പശുവിൻ പാല് നേർപ്പിച്ച് കൊടുത്താൽ മതി. അയ്യോ, കല്യാണി മുഖം ചുളിച്ചു. എൻ്റെ മോൾക്ക് എന്ത് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പശുവിൻ പാല് കൊടുത്താൽ മതി പോലും. എനിക്ക് പിന്നെ എന്തിനാ ദൈവം ഇത് തന്നത്? പറഞ്ഞത് കേട്ടാൽ മതി, ചന്തു അറിയിച്ചു. അമ്മു നിൻ്റെ മാത്രം മോളൊന്നുമല്ല, എൻ്റേതും കൂടിയാ. അല്ലെന്ന് ഞാൻ പറഞ്ഞോ? എങ്കിൽ പിന്നെ മോൾക്കിനി മുലപ്പാൽ കൊടുക്കണ്ട തന്നെ. എന്നാരാ പറഞ്ഞതാവോ? മുലപ്പാൽ പോലെ വിശേഷപ്പെട്ടതായി കുട്ടികൾക്ക് മറ്റൊന്നുമില്ലെന്ന് കഴിഞ്ഞ ആഴ്ച കൂടി ടി വിയിൽ പറഞ്ഞുല്ലോ. പറഞ്ഞിട്ടുണ്ടാവും. അത് നിന്നെപ്പോലുള്ളവരുടെ മുലപ്പാലിൻ്റെ കാര്യമല്ല. ചന്തുവേട്ടാ. കല്യാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ആരാ? പൂതനയാ? വിഷം കലർന്നിട്ടുണ്ടോ എൻ്റെ പാലിൽ? ഉണ്ട്. ചന്തുവിൻ്റെ മുഖം മുറുകി. ചന്തുവേട്ടാ ദേ. കല്യാണി അവൻ്റെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് കണ്ണുരുട്ടി. നോക്ക്, അമ്മു എൻ്റെ മകളാണെങ്കിൽ നീ ഇനി അവൾക്ക് പാല് കൊടുക്കണ്ട. ഉപദേശം പോലെയായിരുന്നു ചന്തുവിൻ്റെ അറിയിപ്പ്. നിന്നോടുള്ള ദേഷ്യം കൊണ്ട് പറയണതല്ല, പറയണതിൽ കാര്യമുണ്ടെന്ന് വിചാരിച്ചോ? എന്നാലേ കല്യാണി പറഞ്ഞു. അമ്മു ചന്തുവേട്ടൻ്റെ മോളല്ല. തീർന്നോ പ്രശ്നം? ചന്തു സ്തബ്ധനായി. അവൻ അവളെ തുറച്ചു നോക്കി. എൻ്റെ കുട്ടിയെ ഇങ്ങോട്ട് തരണുണ്ടോ? കല്യാണി വീണ്ടും പിടുത്തം വിട്ടു. അത് കിടന്ന് കരയണത് കണ്ടില്ലേ? തരില്ല. ചന്തു കുട്ടിയെയും കൊണ്ട് അകന്നു മാറി. നീ ഇനി കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല തന്നെ. ദോഷമുള്ളത് കൊണ്ടാണെന്ന് വെച്ചോ. എന്ത് ദോഷം? കല്യാണി കരഞ്ഞു. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല കല്ലു. വിശദമായി പറഞ്ഞു തരാമെന്ന് വെച്ചാൽ കേൾക്കാനുള്ള ക്ഷമയും നീ കാട്ടില്ല. ഞാൻ തടയും മുമ്പേ നിന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് നിൻ്റെ IAS ഏട്ടനായിരുന്നു. പക്ഷെ അയാൾക്ക് അതേപ്പറ്റി ചിന്തിക്കാൻ എവിടെ നേരം? എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അയാൾക്കത് ബാധകമല്ലല്ലോ. നിനക്കും പ്രശ്നമല്ല. കാരണം നിനക്ക് ബുദ്ധിവികാസം ഇല്ലല്ലോ. എന്ന് വെച്ച് എനിക്ക് എൻ്റെ കുട്ടിയുടെ കാര്യം നോക്കാതെ പറ്റില്ല. എൻ്റെ ഏക പ്രതീക്ഷയായി കുരുന്ന്. ഒന്നിനൊന്ന് ഉച്ചത്തിൽ കരയുന്ന കുട്ടിയെ ചന്തു ഉമ്മകൾ നൽകി സാന്ത്വനിപ്പിച്ചു. കരയാതട അമ്മു, അച്ഛൻ്റെ കണ്ണല്ലേടാ നീ. അച്ഛൻ്റെ അമ്മുവിൻ്റെ ഗുണത്തിന് വേണ്ടി തന്നെയല്ലേ അച്ഛൻ? അമ്മു കരച്ചിൽ നിർത്തിയതേയില്ല. ദുഷ്ടാ. ചന്തുവിൻ്റെ പിറകെ നടന്നുകൊണ്ട് കല്യാണി കരഞ്ഞു. എൻ്റെ മോളെ ഇങ്ങ് താടാ മഹാഭാവി. കല്ലു, ഒച്ച പതുക്കെ. ചന്തു ശാസിച്ചു. നീ വെറുതെ സീനുണ്ടാക്കരുത്. എന്നാൽ എൻ്റെ മോളെ ഇങ്ങ് താ. ശ്വാസം പിടിച്ച് കരഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് വല്ലതും പിണയും. എന്നാൽ നിന്നെ ഞാൻ കൊല്ലുകയും ചെയ്യും. ചന്തു കല്യാണിയെ നോക്കി. ഒരു ഭ്രാന്തിയെപ്പോലെ തോന്നിച്ചു അവൾ. നീണ്ട മുടി മുഖത്തിന് ചുറ്റും പറന്നു കിടക്കുകയാണ്. സാരിത്തുമ്പ് നെഞ്ചിൽ നിന്ന് ഊർന്നു വീണിരിക്കുന്നു. മോളെ മുലയൂട്ടിക്കൊണ്ടിരുന്നതിനാൽ ബ്ലൗസ് പിത്താനുകൾ അഴിഞ്ഞ പടി. ലജ്ജ അവളെ തീണ്ടിയിട്ടേയില്ല. ചന്തുവിന് ദേഷ്യവും സങ്കടവും ഉണ്ടായി. അത് കല്യാണിയോടായിരുന്നില്ല, സ്വന്തം വിധിയോട്. കല്ലു, ചന്തു വിളിച്ചു. നീ ആദ്യം ഒരു സ്ത്രീയാവ്, പിന്നെ ഭാര്യ, അത് കഴിഞ്ഞു മതി അമ്മയാവാൻ. ചന്തു പറഞ്ഞതിൻ്റെ പൊരുൾ കല്യാണിക്ക് മനസ്സിലായതേയില്ല. എൻ്റെ മോളെ ഇങ്ങ് തരൂന്നേ. ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് വീണു. നന്ദാ, ഒന്നിങ്ങ് ഓടി വന്നേ. ഈ ചന്തു. കല്യാണി നിലത്ത് കിടന്ന് ഉരുണ്ടു. മാർബിൾ തറയിൽ ശിരസിട്ട് തല്ലി. ആദ്യം ഓടിയെത്തിയത് ഗൗരിയാണ്. അവൾ കല്യാണിയെ നിലത്തു നിന്ന് പൊക്കിയെടുത്ത് ഉയർത്തി. എന്താ മോളെ ഇത്? നിനക്ക് എന്തു പറ്റി? ഗൗരി തിരക്കി. കല്യാണിക്ക് ദണ്ണ ഇളകിയതാവുമെന്നാണ് ആദ്യം വിചാരിച്ചത്. എന്നാൽ അവൾ സുബോധത്തിലാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കല്യാണി രോഷത്തിൽ ചന്തുവിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. ഈ ചന്തുവേട്ടൻ എൻ്റെ മോളെ തരണില്ല. ഞാനതിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് പാല് കൊടുക്കാൻ പാടില്ല പോലും. അമ്മുവിന് പിന്നെ ആരാ പാല് കൊടുക്കുക ആവോ? എന്താ ചന്തു ഇത്? ഗൗരി ചന്തുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. എന്ത് ക്രൂരതയൊക്കെയാണ് നീ സാധു കുട്ടിയോട് കാട്ടുന്നത്? സ്വന്തം കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ പാടില്ല എന്ന് ഒരമ്മയോട് പറയണതിലും വലിയൊരു പാപമുണ്ടോ വേറെ? അതിനതൊക്കെ എന്ത് തെറ്റാ അവൾ ചെയ്തത്? അതോ ഇവളെ പീഡിപ്പിച്ച് നീ ഇവളുടെ ഏട്ടനോട് പകപോക്കിയാണോ? ഇതിൽ ഭേദം ഈ ഓപ്പോളെ അങ്ങോട്ട് കൊന്നേക്കൂ ചന്തു. ഗൗരി പൊട്ടിക്കരഞ്ഞു. സഹോദരനും ഭർത്താവും തമ്മിലുള്ള ഈ യുദ്ധത്തിനിടയിൽ നിന്ന് പരിചയമായി ഞാൻ വലഞ്ഞു. ഓരോ വെട്ടു ഏൽക്കുന്നത് എൻ്റെ നെഞ്ചിലാ. എനിക്ക് മതിയായി. ഇതിൽ ഭേദം നീ ഓപ്പോൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാതിരിക്കുന്നതായിരുന്നു. ചന്തു വിങ്ങലോടെ ഓപ്പോളെ നോക്കി. അതേ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. എല്ലാം എൻ്റെ തെറ്റ്. എൻ്റെ ഓപ്പോൾ കൂടി എന്നെ കുറ്റപ്പെടുത്തുന്നു. എനിക്ക് ഇതിൽ പരം എന്തു വേണം? ഞാൻ ആർക്കു വേണ്ടി എൻ്റെ ജന്മം തുലച്ചുവോ അവരെല്ലാം തന്നെയാണ് എൻ്റെ ശിരസിൽ തീക്കനലുകൾ വാരി എറിയുന്നത്. ചന്തുവിൻ്റെ വാക്കുകൾ ഗൗരിയെ സ്പർശിച്ചു. അവൾക്ക് സങ്കടമായി. നിന്റെ വിഷമം ഓപ്പോൾക്ക് മനസ്സിലാവാനല്ല കുട്ടി.
എന്ന് വെച്ച് നീ കല്യാണിയോട് കുട്ടിയെ മുറിയൂട്ടരുതെന്ന് കൽപ്പിച്ചാലോ? കൽപ്പിക്കാതെ നിർവൃത്തിയില്ലാഞ്ഞിട്ടാണെന്ന് വെച്ചോ? ഫിനോബാർബിറ്റോൺ പതിവായി കഴിക്കുന്ന അമ്മയുടെ മുലപ്പാൽ കുട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് മനസ്സിലായതുകൊണ്ടാണ്. ആരാ ഇത് പറഞ്ഞത്? മുറിയുടെ വാതിക്കൽ എത്തിയ നന്ദഗോപനിൽ നിന്നായിരുന്നു ചോദ്യം. ചന്തു നന്ദനെ രൂക്ഷമായി നോക്കി. ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ തന്നെ. ഞാനങ്ങനെ കേട്ടിട്ടില്ല. IAS കിട്ടിയതുകൊണ്ട് മെഡിക്കൽ സയൻസിൽ കൂടി വിവരമുണ്ടാവണമെന്നില്ലല്ലോ. നന്ദൻ്റെ മുഖം ചുവന്നു. എന്നാലും ഒരു മലയാളം വാദ്യാരേക്കാളും വിവരം കാണും. ചന്തുവിൻ്റെ ഉള്ളു തിളച്ചു, ദേഹം വിറച്ചു. ഗൗരി സഹോദരൻ്റെയും ഭർത്താവിൻ്റെയും ഇടയിലേക്ക് നീങ്ങി നിന്നു. നന്ദ, എൻ്റെ മോളെ ഇങ്ങോട്ട് തരാൻ പറ. കല്യാണി നന്ദഗോപനോട് ആവശ്യപ്പെട്ടു. അമ്മു അപ്പോഴേക്കും കരച്ചിൽ നിർത്തി അച്ഛൻ്റെ ചുമരിലേക്ക് ചാഞ്ഞു കിടന്ന് മയങ്ങാൻ ആരംഭിച്ചിരുന്നു. മകളുടെ മുതുകിൽ മൃദുവായി തട്ടിക്കൊണ്ട് ചന്തു ഭാര്യയോട് പറഞ്ഞു, നന്ദൻ ഈ കുട്ടിയിൽ യാതൊരു അവകാശവുമില്ല. അതാദ്യം നീ അങ്ങോട്ട് മനസ്സിലാക്ക്. എന്നിട്ട് കൈ നീട്ട്. മുലയൂട്ടിലെന്ന് സമ്മതിച്ചാൽ മോളെ തരാം. കുട്ടിയെ അവൾ മുലയൂട്ടുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, നന്ദഗോപൻ അറിയിച്ചു. സുഖമില്ലാത്ത കുട്ടിയാണവൾ. നല്ല ഭാഷയിൽ ശാന്തമായി അവളെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ മുലഞ്ഞെട്ടിൽ നിന്ന് കുട്ടിയെ പിടിച്ചു പറിക്കുകയല്ല, തെരുവ് ചട്ടമ്പികളെ പോലെ. സുഖമില്ലാത്ത കുട്ടിയാണ് പോലും. ചന്തു പുച്ഛത്തിൽ ചിരിച്ചു. ഇപ്പോഴെങ്കിലും അക്കാര്യം തുറന്നു പറയാൻ തോന്നിയല്ലോ. ചതിയൻ. ചന്തു ഗൗരി ദയനീയമായി അനുജനെ നോക്കി. ഞാൻ ചതിയനാ, സമ്മതിച്ചു. നന്ദഗോപൻ്റെ മുഖം ദൃഢമായി. എനിക്ക് ആ കുട്ടിയിൽ യാതൊരു അവകാശവും ഇല്ലായിരിക്കും, ഞാൻ അതും സമ്മതിച്ചു. പക്ഷേ ആ കൈ നീട്ടി നിന്ന് കരയുന്നത് ഈ കുട്ടിയുടെ അമ്മയാ. അച്ഛനേക്കാളേറെ കുട്ടിയിൽ അവകാശം അമ്മയ്ക്കാ. ജീവനൂറ്റിക്കൊടുത്ത് ജന്മം നൽകുന്നതും പ്രസവിക്കുന്നതും അമ്മയാ. അമ്മ അനുവദിക്കുന്ന അവകാശമേ അച്ഛനുള്ളൂ. കൊടുക്കുക ആ കുട്ടിയെ അതിൻ്റെ അമ്മയുടെ കയ്യിൽ. ആജ്ഞയായിരുന്നു. ഈ താൻപെരുമ എനിക്കിഷ്ടമായി. ചന്തു ചിറി കൂട്ടി. പക്ഷേ ഔദ്യോഗിക രംഗത്ത് മാത്രം കാണിച്ചാൽ മതി. ഇതൊരു മലയാളം വാദിയാരുടെ കുടുംബ പ്രശ്നമാണ്. ഈ കുട്ടിയുടെ അമ്മ എൻ്റെ ഭാര്യയാണ്. നിങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ ശബ്ദിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ കല്യാണിയുടെ നേർക്ക് തിരിഞ്ഞു അവൻ. കല്ലു, ഇത് നമ്മുടെ കുഞ്ഞല്ലേ, നമുക്ക് ആകെയുള്ള സ്വത്ത്. നീ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെ മുലയൂട്ടുന്നത് മോൾക്ക് ദോഷമാണ്. മുലയൂട്ടാത്തതല്ലേ ദോഷം? മുഖം കനപ്പിച്ചുകൊണ്ട് കല്യാണി ചോദിച്ചു. ഇപ്പം തന്നെ വിശന്ന് തളർന്നല്ലേ മോൾ ഉറങ്ങിയത്? നീ ഫീഡിംഗ് ബോട്ടിൽ എടുത്തുകൊണ്ട് വാ. നമുക്ക് പശുവും പാലോ പഴച്ചാറോ എന്തെങ്കിലും കൊടുക്കാം. കല്യാണി മുഖം ഇളക്കി. ചന്തുവേട്ടനെ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ മോൾക്ക് മുല കൊടുക്കണ്ടെന്ന് പറഞ്ഞത്? എനിക്കറിയാം. വെള്ളമ്മ പറഞ്ഞല്ലോ, ഒരു വയസ്സാകും വരെ മോളെ മുടങ്ങാതെ മുലയൂട്ടണമെന്ന്. പശുവും പാലിനും പഴച്ചാറും ഒക്കെ കേടുവരുത്തും. മുലപ്പാലിന് മാത്രം ഒരു കാലത്തും കേടുവരില്ലത്രേ. എന്നിട്ടാ ചന്തുവേട്ടൻ ഓരോ കല്ലുവെച്ച നുണകൾ പറയണത്. നുണയല്ല കല്ലു, ചന്തു അപേക്ഷിച്ചു. വെള്ളമ്മയേക്കാളും നിനക്ക് എന്നെ വിശ്വസിച്ചൂടെ? എനിക്ക് ചന്തുവേട്ടനെ വിശ്വാസമില്ല, കല്യാണി തീർത്തു പറഞ്ഞു. മാലയുടെ ലോക്കറ്റിനുള്ളിൽ കണ്ട പെണ്ണുങ്ങളുടെ പടവും വെച്ചുകൊണ്ട് നടന്ന ആളല്ലേ. കള്ളനാ ചന്തുവേട്ടൻ, ദുഷ്ടനാ ചന്തുവേട്ടൻ. ചന്തുവിൽ വീർപ്പുമുട്ടൽ. ഒടുവിൽ അവൻ പറഞ്ഞു, എങ്കിൽ എൻ്റെ മോളെ ഇനി നിൻ്റെ കയ്യിൽ ഞാൻ തരില്ല. ഞാൻ ദുഷ്ടനല്ലേ? ഞാൻ കൊണ്ടുപോവുക ഞാൻ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക്. എന്നെ വിശ്വാസമില്ലാത്തവരുടെ അടുത്ത് ഞാനിനി ഒരു നിമിഷം നിൽക്കില്ല. മകളെയും കൊണ്ട് ചന്തു തിരിഞ്ഞു. നന്ദൻ ഗൗരിയെ നോക്കി. കല്യാണി പാഞ്ഞു ചെന്ന് ചന്തുവിനെ പിടിച്ചു നിർത്തി. എൻ്റെ മോളായത്, ഞാനാ അമ്മൂനെ പെറ്റത്. എൻ്റെ അമ്മൂനെ ഇങ്ങോട്ട് താ. അവൾ ഉറക്കെ കരഞ്ഞു. ചന്തു അവളെ പിടിച്ചു മാറ്റി. ഈ കച്ചവടത്തിൽ എനിക്ക് ആകെ കിട്ടിയ ലാഭമായത്. എൻ്റെ മോൾ. അവളെ പിരിഞ്ഞ് ഒരു നിമിഷം എനിക്ക് ജീവിക്കാനാവില്ല. മോൾക്ക് വേണ്ടി ആയാൽ പോലും നിന്നോട് ഒന്നിച്ച് നിൽക്കാനും ഞാൻ തയ്യാറല്ല. എൻ്റെ മോൾ. കല്യാണി ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നന്ദനെ നോക്കി. നന്ദ, എൻ്റെ മോളെ കൊണ്ടുപോവാണ് നന്ദ. എൻ്റെ മോളെ കണ്ടില്ലെങ്കിൽ ഞാൻ ചത്തുപോകൂട്ടോ. നന്ദൻ്റെ നെഞ്ച് വിങ്ങി. അപ്പോൾ നന്ദനെ നോക്കി ചന്തു അറിയിച്ചു, എന്നെ തടയാൻ നോക്കരുത്. എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകും. എനിക്ക് ജീവിക്കാൻ അവളില്ലാതെ പറ്റില്ല. നിങ്ങളുടെ അനുജത്തിക്ക് വലിയ തൊടിയും വെള്ളമ്മയും ഗന്ധർവക്ഷേത്രത്തിൻ്റെ ശിലാന്തിയിൽ കൂടുവെച്ച കൂരിയാറ്റുകളും ഉണ്ടെങ്കിൽ ജീവിക്കാലോ. എനിക്ക് എൻ്റെ മോള് മാത്രം മതി. ഞാൻ അവളെ വളർത്തും. അവൾക്ക് വേണ്ടി എത്ര കോടതികൾ വേണമെങ്കിലും കയറിയിറങ്ങും. എന്നാലും എനിക്ക് ജീവനുള്ളിടത്തോളം ഞാൻ അവളെ വിട്ടുതരില്ല. എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. മകളുടെ കുഞ്ഞിക്കൈ എടുത്ത് ചന്തു തുരുതുരെ ചുംബിച്ചു. പിന്നെ തിരിഞ്ഞ തിടുക്കത്തിൽ പുറത്തേക്ക് നടന്നു. ചന്തുവേട്ടാ, കരഞ്ഞുകൊണ്ട് കല്യാണി പിന്നാലെ ഓടി. എൻ്റെ അമ്മൂനെ തരൂന്നേ. എൻ്റെ മോളെ കൊണ്ടുപോകാൻ പറ്റില്ല. നന്ദ, ഇത് കണ്ടോ ഈ ചന്തുവേട്ടൻ? ചന്തു മകളെയും കൊണ്ട് പൂമുഖത്തിണ്ണയിൽ എത്തിയിരുന്നു. കല്യാണിയുടെ കരച്ചിൽ അവനെ തളർത്തുന്നുണ്ടായിരുന്നു. എന്നാൽ തെല്ലും മുമ്പ് അവൾ പറഞ്ഞ വാക്കുകൾ തികട്ടി വന്നപ്പോൾ വീണ്ടും അവൻ്റെ കാലുകൾക്ക് വേഗം വന്നു. എനിക്ക് ചന്തുവേട്ടനെ വിശ്വാസമില്ല. കള്ളനാ ചന്തുവേട്ടൻ, ദുഷ്ടനാ ചന്തുവേട്ടൻ. പ്രായത്തിനൊത്തവണ്ണം ചിന്താശക്തിയുള്ളവളല്ല കല്യാണി എന്ന കാര്യം അവൻ മറന്നു. കല്യാണിയുടേതിനേക്കാൾ ബാലിശമായി തീർന്നു അവൻ്റെ മനസ്സ്. സ്വന്തം അച്ഛനമ്മമാരെ തനിച്ചാക്കി ഈ വീട്ടിൽ വന്ന് താമസിച്ച്
കല്യാണിക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും അവളിൽ വാരിച്ചെറിഞ്ഞ സ്നേഹവും വെറുതെയായെന്ന് അവന് തോന്നി. ചന്തു ഒതുക്കുകൾ ഇറങ്ങാൻ തുടങ്ങി. ചന്തുവേട്ട, എൻ്റെ അമ്മൂനെ കൊണ്ടുപോവല്ലേ? ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കല്യാണി പൂമുഖപ്പടിയിൽ കുഴഞ്ഞു വീണു. അയ്യോ, എൻ്റെ അമ്മൂനെ കൊണ്ടുപോകണേ, എൻ്റെ പൊന്നുമോളെ. ഈ ചന്തുവേട്ടൻ നന്ദ എൻ്റെ കുട്ടീനെ കൊണ്ടുപോകരുതെന്ന് പറയൂന്നേ. എൻ്റെ മോളെ കണ്ടില്ലെങ്കിൽ ഞാൻ ചാവൂട്ടോ. ചന്തു ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. പൂമുഖപ്പടിയിൽ തല തല്ലുകയാണ് കല്യാണി. ഞാൻ ചാവും, ഞാൻ ചാവും, അവൾ ഉച്ചത്തിൽ കിതച്ചു. ഒരു ദണ്ണണക്കത്തിൻ്റെ ആരംഭമെന്നോണം ആ ദേഹം വിറയ്ക്കുന്നത് അവൻ കണ്ടു. അവൻ ഒരടി പിന്നോട്ട് വെച്ചു. എന്നാൽ പെട്ടെന്നാണ് അകത്തു നിന്ന് പാഞ്ഞു വന്ന നന്ദഗോപൻ ചന്തുവിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചത്. നിൽക്കവിടെ, നന്ദൻ പല്ലു ഞെരിച്ചു. എൻ്റെ അനുജിത്തിയെ നിനക്ക് വേണ്ടെങ്കിൽ നീ പൊയ്ക്കോ. അതിൻ്റെ പേരിൽ നിൻ്റെ ഓപ്പോളം ഉപേക്ഷിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കുട്ടിയെ ഞാൻ വിട്ടുതരില്ല. എൻ്റെ അനുജത്തിക്ക് ജീവിക്കാൻ ഈ കുഞ്ഞ് വേണം. കണ്ടോ നീ അവളെ? പിന്നിലേക്ക് കൈ ചൂണ്ടി നന്ദൻ ചന്തു നോക്കി. പൂമുഖപ്പടിയിൽ കമിഴ്ന്ന് കിടക്കുകയാണ് കല്യാണി. നീയേരി ഒരു കിതപ്പ് മാത്രമേ ഉള്ളൂ. നിൻ്റെ ഈ കുട്ടി നിനക്കെങ്ങനെയോ അതുപോലെ ഞാൻ ചുമലിലിട്ട് വളർത്തിയ കുട്ടിയാണ് ആ നിലത്ത് കിടന്ന് പിടയുന്നത്. അവൾക്ക് വേണ്ടിയാ നിൻ്റെ ഓപ്പോളുടെയും കണ്ണിൽ ഞാൻ ചതിയനായത്. ആ ധർമ്മസങ്കടം എൻ്റെ അവസ്ഥയിലെത്തിയ ഒരാൾക്കേ മനസ്സിലാവൂ. വേണ്ടി വന്നാൽ എൻ്റെ അനുജത്തിക്ക് വേണ്ടി ഒരു കൊലപാതകിയാവാൻ പോലും ഞാൻ തയ്യാറായെന്ന് വരും, നീ കുട്ടിയെ വിട്ടുതരുന്നില്ലെങ്കിൽ. ഭീഷണിയാണോ? ചന്തു നന്ദനെ നോക്കി. നിനക്ക് എങ്ങനെയും കരുതാം. എനിക്ക് എൻ്റെ അനുജത്തിയുടെ ജീവിതമാണ് വലുത്. എനിക്ക് എൻ്റെ ഓപ്പോളുടെ ജീവിതമായിരുന്നു വലുത്. അതുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ കുഴിച്ച കുഴിയിൽ ഞാൻ വീണു തന്നത്. അതിനിടയിൽ ഞാനറിയാതെ നിങ്ങളുടെ അനുജത്തിയെ സ്നേഹിച്ചും പോയി. നിങ്ങൾ അവളെ സ്നേഹിച്ചതിനും അധികം. എന്നാലും എന്നോട് സ്നേഹമില്ലാത്ത, എന്നെ അംഗീകരിക്കാത്ത ഒരന്തരീക്ഷത്തിൽ എനിക്ക് ഇനിയും വയ്യ. മിസ്റ്റർ ചന്തു എൻ്റെ അനുജത്തിയെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഇത്ര വേഗം അവളെ മടിക്കില്ലായിരുന്നല്ലോ. എൻ്റെ അനുജത്തിയെ എനിക്ക് മടുത്തില്ലല്ലോ. അത് നിങ്ങൾ സഹോദരന് ഞാൻ ഭർത്താവുമായതുകൊണ്ടാണ്. രണ്ട് സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നന്ദേട്ടാ. നിങ്ങൾ എൻ്റെ ഓപ്പോളെ ഉപേക്ഷിക്കുമെന്ന് വന്നാലും എൻ്റെ മോളെ ഞാൻ വിട്ടുതരില്ല. എനിക്ക് എന്നെക്കാളും വലുതാണ് ആ ഉരുന്ന ജീവൻ. നിനക്ക് ഒരു കുട്ടിയെ മതിയെങ്കിൽ ഇവിടെ മറ്റൊരു കുട്ടിയുണ്ടല്ലോ, അല്പം കൂടി മുതിർന്ന കുട്ടി, നിൻ്റെ ഓപ്പോളുടെ മകൻ. കൊണ്ടുപോയി വളർത്തിക്കോള്. വേണമെങ്കിൽ അവൻ്റെ അമ്മയെയും കൊണ്ടുപോകാം. അച്ഛൻ്റേതായ സർവ്വ അവകാശവും ഞാൻ ഉപേക്ഷിച്ചേക്കാം. ചന്തു നന്ദഗോപനെ തുറച്ചു നോക്കി. തുടർന്ന് അവൻ്റെ ചുണ്ടിൽ പരിഹാസച്ചിരി തെളിഞ്ഞു. എനിക്കറിയാം നിങ്ങൾക്കതിന് തെല്ലും വിഷമമുണ്ടാവില്ലെന്ന്. നമ്മൾ രണ്ടുപേരും പിതാക്കന്മാരാണെങ്കിലും 2 ജന്മങ്ങളുടെ ഭേദം തമ്മിലുണ്ട്. ആർക്കു വേണ്ടിയും എൻ്റെ മോളെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. അവളില്ലെങ്കിൽ ഞാനുമില്ല. നന്ദഗോപൻ്റെ നെറ്റിയിൽ ചുളിവുകൾ ദൃശ്യമായി. നിൻ്റെ മോളോട് നിനക്കുള്ള സ്നേഹം നന്ദേട്ടന് മനസ്സിലാകുന്നു അനിയ. പക്ഷേ അവളെയും കൊണ്ട് നീ നിൻ്റെ വീടെത്തില്ല. അതിനു മുമ്പ് നീ പോലീസ് കസ്റ്റഡിയിലാവും. നിൻ്റെ മോൾ എൻ്റെ കയ്യിലും. ഇക്കാര്യത്തിലെങ്കിലും ഒരു IAS-കാരൻ്റെ അധികാരം നിന്നിലെ മലയാളം വാദ്യാരെ തോൽപ്പിക്കുമെന്നത് ഉറപ്പാണ്. ചന്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. നീ എത്ര കോടതികൾ കയറിയിറങ്ങിയാലും ഞാൻ എനിക്കുള്ളതെല്ലാം വിറ്റ് കേസ് നടത്തും. നന്ദൻ തുടർന്നു. ദണ്ണക്കാരിയെ ഒരമ്മയ്ക്ക് സ്വന്തം കൈക്കുഞ്ഞിലുള്ള അവകാശം തെളിയിക്കാൻ അധിക യത്നം വേണ്ട. എൻ്റെ അനുജത്തിക്ക് ജീവിക്കാൻ ഈ കുഞ്ഞെങ്കിലും ആവശ്യമാണ്. എന്നെ വിറ്റും ഈ കുഞ്ഞിനെ ഞാൻ അവൾക്കായി വാങ്ങും ചന്തു. നന്ദേട്ടാ. ചന്തു. പിന്നിൽ നിന്ന് ഗൗരിയുടെ കരച്ചിൽ. ഇരുവരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. കല്യാണിയുടെ അരിയിൽ മുട്ടുകുത്തി ഇരിക്കുകയാണ് ഗൗരി. ഈ കുട്ടി ഈ കിടപ്പ് കിടക്കുമ്പോഴും അതറിയാതെയാണോ നിങ്ങളുടെ യുദ്ധം? ആർക്കു വേണ്ടിയാ ഇത്? ആർക്ക് ജയിക്കാൻ? ആരെ തോൽപ്പിക്കാൻ? എല്ലാം അറിഞ്ഞോണ്ടാ യുദ്ധം. നന്ദൻ പറഞ്ഞു. എനിക്ക് ജയിക്കണ്ട, ആര് വേണമെങ്കിലും ജയിച്ചോട്ടെ. പക്ഷേ എന്നെ അങ്ങനെ അമ്പെ തോൽപ്പിക്കാൻ നോക്കരുതെന്ന് മാത്രം. എൻ്റെ അനുജത്തിയുടെ ജീവനും കവർന്നുകൊണ്ടാണ് പോകുന്നത്. അത് അവൾക്ക് തിരികെ കൊടുത്തൂടെ? അതെങ്കിലും. ചെറിയമ്മേ. ഗൗരി അകത്തേക്ക് നോക്കി വിളിച്ചു. ഒന്നിങ്ങോട്ട് വരൂ. കല്യാണി വയ്യാണ്ട് കിടക്കുകയാണ്, ഒന്ന് അവളെ നോക്കൂ. വിളി കേട്ട നിമിഷം തന്നെ ചെറിയമ്മ ഓടിയെത്തി. അയ്യോ എൻ്റെ ഈശ്വരാ, എൻ്റെ കുട്ടി. കല്യാണി വീണ് കിടക്കുന്നത് കണ്ട ചെറിയമ്മ കരഞ്ഞുകൊണ്ട് അവളെ താങ്ങി പിടിച്ചു. അതോടെ ഗൗരി എഴുന്നേറ്റ് ചന്തുവിൻ്റെ അരികിലെത്തി. നീ ചെയ്ത ത്യാഗം മുഴുവൻ വെറുതെയായില്ലേ മോനെ? ഗൗരി അവനോട് ചോദിച്ചു. എന്തിനാടാ ശാപം ഏറ്റുവാങ്ങുന്നത്? ഒരമ്മയിൽ നിന്ന് സ്വന്തം കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന പാപത്തിന് പിന്നീട് ഒരു പ്രായശ്ചിത്തം പോലും ഉണ്ടാകില്ല കേട്ടോ. ഓപ്പോളെ. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചന്തു ഗൗരിയെ നോക്കി. ഓപ്പോൾക്ക് എൻ്റെ സങ്കടം മനസ്സിലാകുന്നില്ലേ? നിനക്ക് ഓപ്പോളുടെ സങ്കടം മനസ്സിലാകുന്നോ മോനെ? 1.5 വയസ്സിൽ എന്നെ അമ്മയാക്കിയവനാ നീ. ഓപ്പോളുടെ ദാമ്പത്യം തകരാതിരിക്കാൻ സ്വന്തം ജീവിതം തന്നെ കുരുതി കഴിച്ചവൻ. ആ നീയും എൻ്റെ ഭർത്താവും നേർക്ക് നേരെ നിന്ന് ആയുധങ്ങൾ വീശുമ്പോൾ ഓപ്പോൾക്ക് മരിക്കാൻ തോന്നണു മോനെ. ചന്തുവിൻ്റെ ചുമരിൽ മുഖമണച്ച ഗൗരി പൊട്ടിക്കരഞ്ഞു. ഞാൻ എന്തു വേണം ഓപ്പോളെ? ചന്തു ദയനീയമായി ഗൗരിയെ നോക്കി. കല്യാണിയുടെ ജീവനാണ് ഈ കുഞ്ഞെന്ന് നന്ദേട്ടൻ പറഞ്ഞു. ഇവൾ എൻ്റെയും ജീവനാണോ ഓപ്പോളെ? ഞാനിവിടെ തിരികെ കൊടുക്കണോ? പറ. ഗൗരി നന്ദഗോപനെ നോക്കി. നന്ദഗോപൻ മുഖം തിരിച്ചു കളഞ്ഞു. ചന്തു സ്വന്തം ചുമരിൽ പറ്റിക്കിടന്നിരുന്ന മകളെ സാവധാനം അവിടർത്തിയെടുത്തു. എന്നിട്ട് ആ മുഖത്ത് തുരുതുരെ ഉമ്മ നൽകി.
അച്ഛൻ്റെ അമ്മൂന്, അച്ഛൻ്റെ പൊന്നുമോൾക്ക് അവളെ നന്ദഗോപൻ്റെ നേർക്ക് നീട്ടി. പെട്ടെന്ന് അമ്മു ഉണർന്ന് കരയാൻ തുടങ്ങി. നന്ദൻ അവളെ കൈപ്പറ്റി. കരയാതെ മോളെ, മോളെ. ചന്തു ഒരിക്കൽ കൂടി മകളെ മുത്തി. മോളുടെ അച്ഛൻ പോവുക. ഇനി എൻ്റെ അമ്മൂന് അച്ഛനുണ്ടാവില്ല. പറഞ്ഞതും അവൻ ഓടി ഒതുക്കുകൾ ഇറങ്ങി. ചന്തൂട്ടാ, ഗൗരി നിലവിളിച്ചു. ചന്തു തിരിഞ്ഞു നോക്കിയില്ല. പോർച്ചിൽ വെച്ചിരുന്ന ബൈക്കിൽ കടന്നിരുന്നവൻ അത് സ്റ്റാർട്ടാക്കി. ഭാര്യയെയും കുട്ടിയെയും ഉപേക്ഷിച്ച് പോവുകയാവും അവൻ. നന്ദഗോപൻ പറഞ്ഞു. ഞാനേ അങ്ങനെ ചെയ്യുമെന്നായിരുന്നല്ലോ ഗൗരിയുടെ ഭയം. നോക്ക്. നന്ദൻ ഗൗരിയെ നോക്കി. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ഇനിയെങ്കിലും അവനെ കുറ്റപ്പെടുത്താതിരുന്നുകൂടെ? നന്ദനെ വെറുപ്പോടെ ഒന്ന് നോക്കിയിട്ട് ഗൗരി തിരിഞ്ഞ കല്യാണിയുടെ അരികിലേക്ക് നടന്നു. ഗേറ്റ് കടന്ന് ചന്തുവിൻ്റെ ബൈക്ക് പുറത്തേക്ക് പോകുമ്പോഴേക്കും കരയുന്ന അമ്മൂനെ സാന്ത്വനിപ്പിക്കാൻ നന്ദൻ പാടുപെടുകയായിരുന്നു. ഇക്കുറിയും ഡോക്ടർ എത്തും മുമ്പേ കല്യാണി അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്ന് കൺമിഴിച്ച നിമിഷം അവൾ കുഴഞ്ഞ ശബ്ദത്തിൽ തിരക്കി. എൻ്റെ മോൾ കുട്ടിയെ കാട്ടിക്കൊടുത്തതോടെ കല്യാണിക്ക് സമാധാനമായി. മകളെ കയ്യിൽ കിട്ടി അവൾ മുലയൂട്ടാനുള്ള ശ്രമമായി. ഗൗരി നന്ദനെ നോക്കി. സാരമില്ല, നന്ദൻ ഗൗരിയുടെ കാതിൽ പറഞ്ഞു. ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ നമുക്കത് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാം. കുട്ടിക്ക് പാല് കൊടുത്ത് കിടത്തിയ ശേഷം കല്യാണി ചുറ്റും കണ്ണോടിച്ചു. ആരെയാണ് അവൾ തേടുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ചന്തുവേട്ടൻ പിണങ്ങി പോയിട്ടുണ്ടാവില്ലേ? കള്ളച്ചിരിയോടെ അവൾ തിരക്കി. നീ എന്താ കല്ലു ഇങ്ങനെ? ചെറിയമ്മ അവളെ കുറ്റപ്പെടുത്തി. എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ, തെറ്റായാലും ശരിയായാലും ആണുങ്ങൾ എന്തേലും പറയുമ്പോൾ ആദ്യം അതങ്ങോട്ട് സമ്മതിച്ച് കൊടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? ഒന്ന് തോറ്റു കൊടുത്തത് കൊണ്ട് എന്താ ഇത്ര കുറവ്? നിൻ്റെ സ്വന്തം ആളിൻ്റെ അടുത്തല്ലേ ആദ്യം തോറ്റിട്ട് പിന്നെ തഞ്ചത്തിൽ പറഞ്ഞു മയക്കി സ്വന്തം വഴിക്ക് കൊണ്ടുവരണം. അങ്ങനെയാ സാമർഥ്യമുള്ള പെണ്ണുങ്ങൾ. യുദ്ധത്തിൽ മാത്രമല്ല തന്ത്രം പറഞ്ഞിട്ടുള്ളത്, ജീവിതത്തിലുമുണ്ട്. അല്ലെങ്കിൽ ജീവിതം ഉണ്ടാവില്ല. എന്നും അടികലശലേ കാണൂ. അത് കേട്ട് കല്യാണി ചിരിച്ചു. ഞാൻ ചന്തുവേട്ടനെ വീട്ടിൽ പോയി താമസിക്കാൻ പോവുക മോളെ കൊണ്ട്. അപ്പോഴോ? അവൾ ചെറിയമ്മയെ നോക്കി. അപ്പോൾ ചന്തുവേട്ടന് സന്തോഷമാവില്ലേ? അവിടെ പോയി താമസിച്ചാലും നിൻ്റെ ഈ സ്വഭാവം മാറില്ലല്ലോ. എൻ്റെ സ്വഭാവം ചന്തുവേട്ടന് അറിയാലോ. ഞാനൊരു പൊട്ടി പെണ്ണാണെന്ന്. മന്ദബുദ്ധിയെന്നാണ് എന്നെ വിളിക്കുക. അതോർത്ത് കല്യാണി രസിച്ച് ചിരിച്ചു. എവിടെ പോയാലും എത്ര മിനിങ്ങിയിട്ടായാലും ഇത്തിരി കഴിയുമ്പോൾ ചന്തുവേട്ടൻ താനെ ഇങ്ങോട്ട് വരും. അറിയോ എൻ്റെ കുറുമ്പിക്ക്? കല്യാണി കുസൃതിയിൽ ചെറിയമ്മയുടെ കവിളിൽ നുള്ളി. ചെറിയമ്മയുടെ കണ്ണ് നിറഞ്ഞു. നേരെ നന്നേ ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. അത്താഴത്തിന് വിളിച്ചിട്ട് കല്യാണി പറഞ്ഞു. ഇന്ന് ചന്തുവേട്ടൻ വന്നിട്ടേ ഞാൻ ഉണ്ണുന്നുള്ളൂ. എൻ്റെ ചക്കരയെ കാണാതെ എനിക്ക് ചോറിറങ്ങില്ല. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. പാതിരാവായിട്ടും ചന്തു വന്നില്ല. ചന്തു വരില്ലെന്ന് നന്ദനും ഗൗരിക്കും അറിയാമായിരുന്നു. ചന്തുവിനെ കാണണമെങ്കിൽ നീ അവൻ്റെ വീട്ടിലേക്ക് പോവുകയേ തരമുള്ളൂ, നന്ദൻ പറഞ്ഞു. അവൻ ശുണ്ഠിയെടുത്താ പോയിരിക്കണത്. അവൻ കള്ളനാണെന്നും ദുഷ്ടനാണെന്നും ഒക്കെ നീ പറഞ്ഞില്ലേ? അതൊക്കെ അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞതല്ലേ നന്ദ? കല്യാണി കരയാൻ തുടങ്ങി. എനിക്കിപ്പോൾ എൻ്റെ ചന്തുവേട്ടനെ കാണണം. എന്നെ ഇപ്പോൾ ചന്തുവേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. എങ്കിൽ അവളെ കൊണ്ടുപോ നന്ദേട്ടാ, ഗൗരി ഉപദേശിച്ചു. മോളെ കാണുമ്പോൾ ചന്തുവിന് സമാധാനമാവൂലോ. താങ്ങാൻ പറ്റാത്ത വാക്കുകളും പറഞ്ഞിട്ട് അവൻ പോയത്. അപ്പത്തൊട്ടേ എൻ്റെ നെഞ്ചിൽ തീയാ. ചന്തു വീട്ടിലേക്ക് തന്നെയാണോ പോയത്? നന്ദന് സംശയം. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവൻ അവിടെ ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും പരിഭ്രമിക്കില്ലേ? എങ്കിൽ അവൻ വീട്ടിലുണ്ടോ എന്ന് ഒന്ന് വിളിച്ചു തിരക്കാം. ഗൗരി വീട്ടിലേക്ക് ഫോണിൽ തിരക്കി. ചന്തു അവിടേക്ക് പോന്നുവോ? ഇല്ലല്ലോ. അമ്മയുടെ മറുപടി. എത്ര നാളായി ഞാൻ അവനെ കണ്ടിട്ട്? അവൻ അവിടെ ഇല്ലേ മോളെ? വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. പുറത്തു പോയിട്ട് ഇവിടെ എത്തിയുമില്ല. വല്ല കൂട്ടുകാരുടെയും കൂടെ കൂടിയിട്ടുണ്ടാവുമോ? അതെ, വല്ല കമ്പനിയും കൂടി കാണും. അച്ഛൻ്റെയും സ്വഭാവം അതാണല്ലോ. വല്ലവരും വിളിച്ചാൽ ആ വഴി പോയിക്കളയും. കാര്യത്തിൻ്റെ ഗൗരവം അറിഞ്ഞിട്ടില്ലാത്തതിനാൽ അമ്മയ്ക്ക് പരിഭ്രമമില്ല. എന്നാൽ ഫോൺ വെച്ചതും ഗൗരി കരഞ്ഞുപോയി. വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ അവൻ പിന്നെ എവിടെ പോയി? ഇനി എൻ്റെ അമ്മൂന് അച്ഛനുണ്ടാവില്ലെന്ന് പറഞ്ഞ് പോയതല്ലേ. അതോടെ കല്യാണിയും കരച്ചിലായി. എനിക്ക് എൻ്റെ ചന്തുവേട്ടനെ കാണണം. എനിക്കിപ്പോൾ എൻ്റെ ചന്തുവേട്ടനെ കാണണം. ചന്തുവേട്ടനെ കാണണം. നന്ദഗോപൻ അപരാധിയെപ്പോലെ നിശബ്ദം നിന്നു. ചെറിയവ മാത്രം ഓരോന്നും പറഞ്ഞ് രണ്ടുപേരെയും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ വെളുപ്പാങ്കാലത്ത് ഒരു അജ്ഞാതൻ്റെ ഫോൺ വന്നു. ചന്തു ബൈക്ക് ആക്സിഡൻറ്റിൽ ആശുപത്രിയിലാണ്. ആശുപത്രിയുടെ പേര് സഹിതമാണ് അറിയിപ്പ്. എന്നിട്ടോ നന്ദന് ശ്വാസം മുട്ടി. അവനെങ്ങനെ? താങ്കൾ ചന്തുവിൻ്റെ ആരാണ്? അടുത്ത ബന്ധുവോ മറ്റോ? നിങ്ങൾ വിവരം പറയൂ. അടുത്ത ബന്ധുക്കളെ ഉടനടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ. പറയുന്ന ആളിന് വിമ്മിട്ടം. ഹീസ് നോ മോർ. ചന്തു. നന്ദൻ്റെ ചുണ്ടുകൾ വിറച്ചു. കയ്യിലിരുന്ന ടെലിഫോൺ റിസീവർ വിറച്ചു. നെഞ്ചിലെ മിടിപ്പ് പെരുമ്പറയൊച്ചയായി കാതിലെത്തി. മറുപുറത്തു നിന്ന് എന്തൊക്കെയോ കൂടി കേട്ടു. നന്ദൻ ഒട്ടും വ്യക്തമായില്ല. അപ്പോഴേക്കും ഗൗരിയും കല്യാണിയും കൂടി മുറിയുടെ വാതിൽക്കൽ എത്തിയിരുന്നു. ടെലിഫോൺ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്തിരുന്നു. നന്ദഗോപൻ റിസീവർ ക്രാഡിലിൽ വെച്ചു. ആരാ നന്ദേട്ടാ? ഗൗരി ചോദിച്ചു. ഞെട്ടിത്തെന്നോണം നന്ദൻ തിരിഞ്ഞു. പക്ഷെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കാൻ വയ്യ. നന്ദൻ്റെ സ്തബ്ധമായ മുഖം കണ്ട് ഗൗരിക്ക് പരിഭ്രമമായി. ആരാ നന്ദേട്ടാ വിളിച്ചത്? ചന്തുവാണോ? അവനിനി ഇങ്ങോട്ട് വരില്ലെന്ന് ഞാൻ പറഞ്ഞോ?
നന്ദൻ വീർപ്പുമുട്ടനിൽ ശബ്ദമില്ലാതെ നിന്നതേയുള്ളൂ. ചന്തുവേട്ടനാണോ നന്ദ വിളിച്ചത്? കല്യാണി വന്ന് നന്ദൻ്റെ കയ്യിൽ പിടിച്ചു. പറയൂന്നേ. പൊട്ടിക്കരയാനുള്ള പ്രേരണയുണ്ടായി നന്ദന്. വളരെ യത്നിച്ച് അവൻ അടക്കിക്കൊണ്ട് പതറുന്ന സ്വരത്തിൽ അറിയിച്ചു. ചന്തുവല്ല, മറ്റാരോ. ചന്തുവിന് ആക്സിഡൻറ്റ്. സാരമില്ലെന്നാ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട്. തുടങ്ങാൻ വളരെ പ്രയാസപ്പെട്ടെങ്കിലും പിന്നീട് തിടുക്കത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. സാരമില്ല എന്ന് പലവട്ടം ആവർത്തിക്കുകയും ചെയ്തു. കല്യാണിയിൽ നിന്ന് വല്ലാത്തൊരു നിലവിളി ഉയർന്നു. ഏത് ഹോസ്പിറ്റലിലാ? നമുക്ക് പോകണ്ടേ? ഓടി വന്ന് നന്ദൻ്റെ ചുമരിൽ മുഖം ചായച്ചുകൊണ്ട് ഗൗരി കിതച്ചു. സാരമില്ല എന്ന് നന്ദൻ പറഞ്ഞത് എന്തുകൊണ്ടോ അവൾക്ക് വിശ്വാസമായില്ല. എങ്കിലും പരിധി വിട്ട് വികാരക്ഷോഭങ്ങൾ പ്രകടമാക്കുന്നവളല്ല അവൾ. നന്ദേട്ടാ, വേഗം റെഡിയാക്ക്. ഞാനും വരാം, ഗൗരി അറിയിച്ചു. ഞാനും വരും കല്യാണി. എനിക്കിപ്പോൾ എൻ്റെ ചന്തുവേട്ടനെ കാണണം. രണ്ടുപേരും വരണ്ട, നന്ദഗോപൻ പറഞ്ഞു. പേടിക്കാനില്ലെന്നാ ഫോൺ ചെയ്ത ആളറിയിച്ചത്. ഞാൻ പോയിട്ട് ഉടനെ വരാം. വേഷം പോലും മാറാതെ നന്ദൻ കാറിൻ്റെ കീ തപ്പിയെടുത്തു. ഞാനെങ്കിലും വരാൻ നന്ദേട്ട, ഗൗരി അറിയിച്ചു. നന്ദേട്ടൻ മടങ്ങി വരുന്നത് വരെ ഞാൻ എങ്ങനെ ഇവിടെ സഹിച്ചിരിക്കും? എന്തു വന്നാലും സഹിക്കണ്ടേ? വല്ലാത്ത സങ്കടഭാവത്തിലായിരുന്നു നന്ദഗോപൻ ചോദിച്ചത്. ആ ചോദ്യവും ഭാവവും ഗൗരിയെ കൂടുതൽ തളർത്തി. ഞാനും വരും. അവൾ കരയാൻ തുടങ്ങി. ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം ഗൗരി. ഗൗരിയുടെ ചുമലിൽ തട്ടി സമാധാനിപ്പിച്ചു. അല്ലെങ്കിൽ ഫോണിൽ വിവരം തരാം. താൻ പോന്നാൽ കല്യാണി പിന്നെ ഇവിടെ അടങ്ങിയിരിക്കുമോ? അവളെ കൺട്രോൾ ചെയ്യേണ്ടത് താനല്ലേ? പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞു നന്ദൻ. നന്ദ, കല്യാണി പിറകിൽ നിന്ന് വിളിച്ചു. ഞാനും വരാന്നേ, എനിക്ക് ചന്തുവേട്ടനെ കാണണം. നന്ദൻ അറിയാതെ ഒന്ന് നിന്നുവെങ്കിലും വീണ്ടും നടന്നു. പോർച്ച് വരെ ഗൗരിയും പിറകെ ചെന്നു. നന്ദൻ കാറിൽ കടന്നിരുന്നതും അവൾ വിളിച്ചു പറഞ്ഞു. ചന്തുവിനെ കണ്ടാൽ ഉടനെ വിവരത്തിന് ഫോൺ ചെയ്യണം. പറ്റുമെങ്കിൽ അവനെക്കൊണ്ട് തന്നെ സംസാരിപ്പിക്കണം. നന്ദഗോപൻ അതിന് മറുപടി പറഞ്ഞില്ല. കാർ തിരിഞ്ഞ് പുറത്തേക്ക് പാഞ്ഞു. കല്യാണി കരച്ചിൽ നിർത്തിയിരുന്നില്ല. എനിക്കിപ്പോൾ ചന്തുവേട്ടനെ കാണണം. നന്ദന ഇങ്ങനെ വല്ലതും പറ്റിയിരുന്നെങ്കിൽ ഏട്ടത്തിയമ്മ ഇവിടെ അടങ്ങിയിരിക്കുമായിരുന്നോ? അവൾ ഗൗരിയോട് ചോദിച്ചു. എൻ്റെ ചന്തുവേട്ടനൊന്നും പിണയരുതേ ഈശ്വരന്മാരെ. കല്യാണി പ്രാർത്ഥിക്കാനും വഴിപാടുകൾ നേരാനും തുടങ്ങി. എൻ്റെ ചന്തുവേട്ടൻ എന്തെങ്കിലും പിണഞ്ഞാൽ പിന്നെ എനിക്കും എൻ്റെ അമ്മൂനോ ആരാ ഉള്ളത്? ഞങ്ങളെ രക്ഷിക്കണേ ഭഗവാന്മാരെ. എൻ്റെ ചന്തുവേട്ടനൊന്നും വരല്ലേ. അമ്മൂനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് വിലാപം. കല്യാണി കരഞ്ഞപ്പോൾ കുട്ടിയും കരയാൻ തുടങ്ങി. ആ കൂട്ടക്കരച്ചിൽ കേട്ടാണ് ചെറിയമ്മ ഓടി വന്നത്. എന്തു പറ്റിയത് കല്ലുമോളെ? എന്തിനാ കരയണേ? ഉറക്കത്തിൽ നിന്നും കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വന്ന ചെറിയമ്മ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഗൗരിയാണ് അവർക്ക് അക്കാര്യം വിശദമാക്കി കൊടുത്തത്. അതോടെ ചെറിയമ്മയും നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് കരച്ചിലായി. അപ്പോൾ ആശ്വസിപ്പിക്കേണ്ട ചുമതല ഗൗരിക്കായി. അവളുടെ നെഞ്ച് ചുട്ടു നീറുന്നുണ്ടായിരുന്നു. ഒരിടത്ത് ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, യാതൊരു സമാധാനവുമില്ല. ടെലിഫോണിൻ്റെ ശബ്ദത്തിനായി ഓരോ വിനാഴികയും കാതോർത്തിരുന്നു. ഇടയ്ക്കിടെ ടെലിഫോൺ ഇരിക്കുന്ന മുറിയിൽ ചെന്ന് നോക്കും. ഫോണിന് വല്ല തകരാറ് സംഭവിച്ചിട്ടാണോ ബെല്ലടിക്കാത്തതെന്ന് സംശയത്തിൽ പരിശോധിക്കും. ഗോവിന്ദനെക്കുറിച്ച് പോലും ഗൗരിക്ക് ശ്രദ്ധയില്ലാതായി. ചെറിയമ്മയായിരുന്നു അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ഗോവിന്ദനല്ല, ഈ ലോകത്തിൽ ചന്തു ഒഴികെ മറ്റാരും അവൾക്കൊന്നുമായിരുന്നില്ല. എൻ്റെ ചന്തൂട്ടൻ എന്നാണ് അവളുടെ നെഞ്ച് സ്പന്ദിച്ചിരുന്നത്. തനിക്ക് വേണ്ടിയാണ് അവൻ സർവ്വ ദുഃഖങ്ങളും ഏറ്റുവാങ്ങിയത്. ഓപ്പോളായിരുന്നു അവനെല്ലാം. പൂജാമുറിയിൽ കടന്ന് ഗൗരി നിലവിളക്ക് കത്തിച്ചു. വിഗ്രഹങ്ങൾക്ക് മുന്നിൽ തണുത്ത തറയിൽ കമിഴ്ന്നു കിടന്നു. എന്നിട്ടുമില്ല സമാധാനം. ചന്തു 2 വീലേഴ്സ് ഉപയോഗിക്കുന്നതിൽ അച്ഛനും അമ്മയ്ക്കും സമ്മതമില്ലായിരുന്നു. ഈ കുന്ത്രാണ്ട നിനക്ക് വേണ്ട ചന്തൂട്ട. അമ്മ ശാഠ്യം പിടിച്ചു. നീ ഇതിൽ കയറി ഓടിച്ചു പോയാൽ തിരികെ എത്തി അതിൽ നിന്ന് ഇറങ്ങും വരെ എൻ്റെ നെഞ്ചിൽ തീയാ. ചന്തു അതിനെ പരിഹസിച്ച് തള്ളിയിരുന്നു. ഇത് ഇത്ര അപകടകാരിയായിരുന്നെങ്കിൽ പിന്നെ ഈ സാധനത്തിന് ഇത്രമാത്രം ചെലവുണ്ടാകണത് എങ്ങനെയാണമ്മേ? അപകടം പിണയണമെങ്കിൽ വഴിയിലൂടെ പയ്യെ നടന്നു പോയാലും മതി. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഉറ്റ ചങ്ങാതിയാ ഇവൻ, അറിയോ? എന്നാലും നിനക്കിത് വേണ്ട എന്നേ അമ്മ പറയൂ. അപ്പോൾ അവൻ ചിരിക്കും. കാറ് മേടിക്കാൻ വകുപ്പില്ലാത്തവർക്ക് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ അമ്മേ. ഇതുവരെ ചന്തുവിനൊരു നിസ്സാര വീഴ്ച പോലും ഉണ്ടായിട്ടില്ല. ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞാൽ ആ നിമിഷം അമ്മ ബോധം കെട്ട് വീഴുകയും ചെയ്യും. പിന്നീട് ബൈക്കിൽ തൊടാൻ പോലും അനുവദിക്കില്ല. പെട്ടെന്ന് ടെലിഫോൺ ശബ്ദിച്ചോ എന്ന് ഗൗരിക്ക് സംശയം. അവൾ ചാടി എഴുന്നേറ്റ് പൂജാമുറിയുടെ വെളിയിൽ വന്നു. വെറും തോന്നലായിരുന്നു അത്. കല്യാണി വെറും തറയിൽ തളർന്നു കിടക്കുകയാണ്. അമ്മൂനെ ചെറിയമ്മ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ചുവർക്കടികാരത്തിലേക്ക് നോക്കിയപ്പോഴാണ് ഗൗരി നടുങ്ങിയത്. സമയം 5-നോടടുക്കുന്നു. നന്ദേട്ടൻ എന്താ ഇതുവരെയും വിളിക്കാഞ്ഞത്? ചന്തുവിന് എന്തെങ്കിലും കുഴപ്പം? അതോടെ ഗൗരിയുടെ നെഞ്ചിനുള്ളിൽ തീ കത്താൻ തുടങ്ങി. സമാധാനം നഷ്ടപ്പെട്ട് വീണ്ടും അവൾ അങ്ങിങ്ങ് പാഞ്ഞു നടക്കാനും ആരംഭിച്ചു. ഒടുവിൽ പുറത്തൊരു കാർ വന്നു നിന്ന ശബ്ദം കേൾക്കായി. ഗൗരി പാഞ്ഞു പൂമുഖത്തെത്തി. നന്ദേട്ടൻ്റെ കാറല്ല. അവൾ ശങ്കിച്ച് നിൽക്കെ കാറിൽ നിന്ന് പുറത്തേക്ക് വന്നത് അമ്മയുടെ മൂത്ത സഹോദരനായ കരുണാകരമാമയുടെ മകൻ ബൈജുവാണ്. ചന്തുവിൻ്റെ പ്രായക്കാരൻ. പുറകെ അവൻ്റെ അമ്മയും. അവർ ആദ്യമായി ഇവിടേക്ക് വരികയാണ്. അതും ഈ നേരം പുലരുമ്പോൾ. രണ്ടുപേരിലും ഒരുതരം പരുങ്ങൽ. ഗൗരിയുടെ ഉള്ളിൽ
ഭീതിയുടെ ഒരു വൻതിര ഇളകി. അവൾ മുറ്റത്തേക്ക് ഓടിച്ചെന്നു. ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വരുവോ, അമ്മായി അറിയിച്ചു. അവരുടെ ശബ്ദം പതറി. കടിച്ചമർത്താൻ ശ്രമിച്ചിട്ട് അവരിൽ നിന്ന് ഏങ്ങലുകൾ പുറത്തു ചാടി. അമ്മാവി, ഗൗരി അവരെ അള്ളിപ്പിടിച്ചു. എൻ്റെ ചന്തുവിന് നമുക്ക് ഭാഗ്യമില്ല മോളെ. ഗൗരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മാവി കരഞ്ഞു. ലോകം അവസാനിക്കുന്നത് പോലെ തോന്നി ഗൗരിക്ക്. ഇത്രയും അവൾ ഭയന്നതേയില്ല. നന്ദേട്ടൻ വരാൻ വൈകും, ബൈജു പറഞ്ഞു. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോരാൻ പറഞ്ഞയച്ചതാണ് ഞങ്ങളെ. വിവരം ആരോടും പറയണ്ടെന്നാണ് പറഞ്ഞിരുന്നത്, പ്രത്യേകിച്ചും ചന്തുവിൻ്റെ വൈഫിൻ്റെ അടുത്ത്. പക്ഷേ ഈ അമ്മ കുറ്റപ്പെടുത്തും പോലെ ബൈജു അമ്മയെ നോക്കി. ഈ സമയത്ത് അഭിനയിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. അമ്മാവി കരച്ചിൽ തുടർന്നു. അപ്പോഴാണ് അകവാതിലിൽ ചെറിയമ്മയും കല്യാണിയും പ്രത്യക്ഷപ്പെട്ടത്. ആരേ അത്? ചെറിയമ്മ ഉത്കണ്ഠയിൽ ആരാഞ്ഞു. നന്ദഗോപൻ വന്നുവോ? മറുപടി വരാൻ വൈകിയതും ചെറിയമ്മ മുറ്റത്തേക്ക് വന്നു. ചന്തൂട്ടന് എങ്ങനെ ഇരിക്കണമെന്നറിയോ? പെട്ടെന്ന് ഉച്ചത്തിൽ അലമുറയിട്ടുകൊണ്ട് ഗൗരി കുഴഞ്ഞ് നിലത്തേക്ക് വീണു. എനിക്ക് ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട. ഞാൻ മൂലമാണല്ലോ എൻ്റെ ചന്തൂട്ടൻ. അയ്യോ ചന്തുവിന്. ചെറിയമ്മ ഭയത്തോടെ ബൈജുവിനെയും അമ്മയെയും മാറി മാറി നോക്കി. അമ്മാവിയും കരയുകയാണ്. ഉടൻ ചെറിയമ്മ നെഞ്ചിൽ ആഞ്ഞൊന്ന് തല്ലിയിട്ട് നിലത്തേക്കിരുന്നു. എൻ്റെ കല്ലു, ഇത്ര ഭാഗ്യമില്ലാത്തവളായി പോയല്ലോ എൻ്റെ ഭഗവാന്മാരെ. അകവാതിൽക്കൽ നിന്നിരുന്ന കല്യാണി പുറത്തേക്ക് വന്നില്ല. ഒരു പ്രതിമ പോലെ അവൾ നിന്നിടത്ത് തന്നെ നിന്നു. ആ കണ്ണുകൾ വികസിച്ച് വിങ്ങുന്നതും ദേഹം വിറച്ചു തുള്ളുന്നതും ആരും കണ്ടില്ല. വെട്ടിയിട്ട തടി പോലെ അവൾ താഴേക്ക് വീണതോടെയാണ് ചെറിയമ്മ ഞെട്ടിത്തിരിഞ്ഞത്. ഇതൊക്കെ കാണാനും കേൾക്കാനുമായി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണോ എൻ്റെ ഈശ്വര എന്ന് നിലവിളിച്ചുകൊണ്ട് അവർ കല്യാണിയുടെ നേർക്കോടി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി ബൈജു. ആരെയും വിവരം അറിയിക്കാതെ ആശുപത്രിയിലേക്ക് എന്നെ വ്യാജേന കൂട്ടിക്കൊണ്ട് പോവാനായിരുന്നു അവൻ്റെ ഉദ്ദേശം. സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണല്ലോ എന്ന് കരുതിയാണ് അമ്മയെ കൂട്ടിയത്. കരയുകയോ ബഹളം വയ്ക്കുകയും ചെയ്യരുതെന്ന് പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നതുമാണ്. പക്ഷേ ഈ വീട്ടിലുള്ളവരെക്കാളും പരവശയായിരുന്നു അമ്മയുടെ പെരുമാറ്റം. കുട്ടിയെ ചെറിയമ്മ ബൈജുവിനെ വിളിച്ചു. എത്രയും പെട്ടെന്ന് നന്ദനെ വിവരമറിയിക്കുക. കല്യാണിക്ക് ദള്ളടക്കമാണ്. അതിൻ്റെ കാര്യമാണ് ഇനി ഏറ്റവും കഷ്ടം. മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടേ നന്ദേട്ടൻ വരികയുള്ളൂ എന്നാണ് പറഞ്ഞത്. ധർമ്മസങ്കടത്തിലായിരുന്നു ബൈജുവിൻ്റെ മറുപടി. ചന്തുവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ബോധമില്ല. അച്ഛനാണെങ്കിലും അവശനായി കിടക്കുകയാണ്. എല്ലാ കാര്യത്തിനും നന്ദേട്ടനല്ലേ ഉള്ളൂ. ഞാൻ പോയി ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം. എങ്കിലെന്താച്ചാ ചെയ്യുക? ചെറിയമ്മ തലയിൽ തല്ലി. പിന്നെ കല്യാണിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഏത് ചീത്ത സമയത്താണ് എൻ്റെ കുട്ടിയെ നീ ജനിച്ചത്? ഇങ്ങനെയൊരു വിധിയായിപ്പോയല്ലോ മോളെ നിൻ്റേത്. ബൈജു ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ കല്യാണിക്ക് മയങ്ങാനുള്ള മരുന്ന് കുത്തിവെക്കുകയാണ് ചെയ്തത്. ബൈജുവും അമ്മയും ചേർന്ന് ഗൗരിയെ മുറ്റുനിന്ന് പിടിച്ചുകൊണ്ടുപോയി അകത്ത് കിടത്തി. അവളിൽ നിന്ന് നേർത്തൊരു ഏങ്ങൽ മാത്രമേ പുറപ്പെട്ടുള്ളൂ. ബൈജു ഫോൺ ചെയ്ത് നന്ദഗോപനെ എല്ലാ വിവരവും അറിയിച്ചു. അരമണിക്കൂർ പൂർത്തിയാകും മുമ്പേ നന്ദൻ എത്തി. ബൈജു അമ്മായിയും പൊയ്ക്കൊള്ളൂ. നന്ദൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പുറകെ വന്നോളാം. അവരെ യാത്ര അയച്ച ശേഷമാണ് നന്ദൻ കല്യാണിയുടെ അരികിലെത്തിയത്. ഉറങ്ങാൻ മരുന്ന് കൊടുത്തിരിക്കുക, ചെറിയമ്മ പറഞ്ഞു. ഉണർന്നാൽ എന്താ ഉണ്ടാവുക എന്നറിയില്ല. താഴെ നിലത്ത് പുല്ലുപായയിലായിരുന്നു ഗൗരി കിടന്നിരുന്നത്. ദാ മോളെ, നന്ദൻ വന്നിരിക്കുന്നു. ചെറിയമ്മ ഗൗരിയെ തട്ടി വിളിച്ചു. ഭയങ്കരമായ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച് നന്ദൻ മുഖം കുനിച്ച് നിന്നു. ഗൗരി സാവധാനം പുല്ലുപായിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ ഏങ്ങൾ നിലച്ചിരുന്നു. കണ്ണീർ വറ്റിയിരുന്നു. നമുക്ക് പുറപ്പെടാം. വളരെ പതിഞ്ഞ സ്വരത്തിൽ നന്ദഗോപൻ ഗൗരിയെ അറിയിച്ചു. കല്ലുവിനെ പിന്നീട് കൊണ്ടുപോകാം. ഗൗരിയെ ചേർത്ത് പിടിച്ച മുതുകിൽ തലോടി ആശ്വസിപ്പിക്കാൻ നന്ദൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയം. പിന്നെങ്ങനെ ആ ദേഹത്ത് തൊടും? എങ്ങനെയെങ്കിലും ഗൗരിയെ കഴിയുന്നേരത്തെ അവളുടെ വീട്ടിലെത്തിക്കണം. ആ അച്ഛനും അമ്മയ്ക്കും ഇനി അവളല്ലേ ഉള്ളൂ. ചന്തുവിൻ്റേതായ ബാക്കി കർമ്മങ്ങളും പൂർത്തിയാക്കണമല്ലോ. ആദ്യം അവിടെ എത്തിക്കേണ്ടത് കല്യാണിയെയാണ്. എന്നാൽ ഈ അവസ്ഥയിൽ അവളെ എങ്ങനെ കൊണ്ടുപോകും? എങ്ങനെ അവളെ ഇവിടെ ഉപേക്ഷിച്ചു പോകും? അവസാനമായി അവൾക്ക് ചന്തുവിനെ ഒന്ന് കാണണമെന്നുണ്ടാവില്ലേ? സംഭവിച്ച സത്യവുമായി അവൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുമോ? ചന്തുവിൻ്റെ മൃതദേഹം കണ്ടാൽ വീണ്ടും അവൾ വിറച്ച് വീഴുകയില്ലേ? ഉണർന്നിരുന്നാൽ അവളെ നിയന്ത്രിക്കാനും കഴിയില്ല. സ്നേഹാധിക്യത്താൽ ചന്തുവിൻ്റെ ഒപ്പം മരിക്കാനും അവൾ മുതിർന്നെന്ന് വരും. എന്തു വേണമെന്ന് നന്ദന് തീരെയും അറിയില്ലായിരുന്നു. എല്ലാറ്റിനും ഉപരി ചന്തു നന്ദനും പ്രിയപ്പെട്ടവനായിരുന്നു. തമ്മിൽ വാക്കേറ്റമുണ്ടായിട്ടുണ്ടാവാം. പിണക്കം നടിച്ച് പരസ്പരം മിണ്ടാതെ അകന്നു കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാലും സ്വന്തം സഹോദരൻ എന്ന പോലെ നന്ദൻ അവനോട് സ്നേഹമുണ്ടായിരുന്നു. അതൊരു പക്ഷേ മറ്റാർക്കും മനസ്സിലാവുകയുമില്ല. ഗൗരി, ഇടർച്ചയോടെ നന്ദൻ വിളിച്ചു. അപ്പോൾ ഉണർന്നതുപോലെ ഗൗരിയിലൊരു ഞെട്ടലുണ്ടായി. അവൾ നന്ദനെ നോക്കി. ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ, അവൾ പറഞ്ഞു. ശബ്ദത്തിന് വലിയ മാറ്റമുണ്ടായിരുന്നു. വളരെ നാൾ പനി പിടിച്ചു കിടന്നിരുന്ന ഒരാളുടേതുപോലെ അത് തീരെ അടഞ്ഞു വരുന്നു. ഇപ്പോഴെന്തിനാ പാക്ക് ചെയ്യുന്നത്? നന്ദൻ പകപ്പോടെ തിരക്കി. ഗൗരിക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ അവിടെ കാണുമല്ലോ. പോരാത്തതോ പിന്നീട് എടുപ്പിക്കാം. അമ്മ ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ്. സ്വബോധമുണ്ടെങ്കിലും അച്ഛൻ്റെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. നമ്മൾ വേണം അവർക്ക് കരുത്ത് കൊടുക്കാൻ. ഗൗരി വീണ്ടും നന്ദനെ നോക്കി. ശാന്തമായിരുന്നു ആ മുഖം. എങ്കിലും നേരിടാനുള്ള കരുത്തില്ലാതെ നന്ദൻ മുഖം തിരിച്ചുപോയി. എനിക്ക് പാക്ക് ചെയ്യാനുണ്ട്. ഗൗരി പെട്ടെന്ന് തിരിഞ്ഞകത്തേക്ക് നടന്നു. അവളുടെ സ്വരം മൃദുലമായിരുന്നെങ്കിലും അപാരമായ ശക്തി അതിനുള്ളതായി നന്ദന് തോന്നി.
എന്തോ വലിയ അർത്ഥമുണ്ട് ആ കൊച്ചു വാചകത്തിന്. തൻ്റെ ജീവിതത്തിൽ നിന്ന് പാക്ക് ചെയ്യുകയാണോ അവൾ? അവൾ അങ്ങനെ ചെയ്താലും അത്ഭുതപ്പെടാനില്ല. അവളുടെ കണ്ണുകളിൽ തീ പറക്കുന്നതും ആ ചൂണ്ടുവിരൽ തൻ്റെ നേർക്ക് നീണ്ടുവരുന്നതും നന്ദൻ കണ്ടു. ഗൗരിയെ തനിക്ക് നഷ്ടമാവുകയാണ്. തൻ്റെ ജീവിതം ഇനിമേൽ തരിശാവുകയാണ്. കല്യാണിയുടെ ജീവിതവും തരിശായില്ലേ? ഒരു മാറ്റക്കല്യാണം, അതിതാ ഒരു നഷ്ടക്കച്ചവടമായിരിക്കുന്നു ഇരുഭാഗത്തും. ഏതാനും മിനിറ്റുകളെ എടുത്തുള്ളൂ. ഗൗരി തിരിച്ചെത്തി. അവളുടെ കൈവശം ഒരു കൊച്ചു സൂട്ട് കേസ് ഉണ്ടായിരുന്നു. ഗോവിന്ദനെയും ചേർത്ത് പിടിച്ചിരുന്നു. ചന്തുവിനെ സംബന്ധിച്ച് ആ ടെലിഫോൺ സന്ദേശം എത്തിയപ്പോഴേക്കും നന്ദൻ സങ്കല്പിച്ച രംഗമായിരുന്നു അത്. എന്നിട്ടും അവൻ സ്തബ്ധനായി. ഞങ്ങൾ പോവുകയാണ്, ഗൗരി പറഞ്ഞു. ഇക്കുറി ആ ശബ്ദത്തിന് കുറച്ചുകൂടി മുഴക്കമുണ്ടായിരുന്നു. പക്ഷേ ആ മുഖം പഴയപടി ശാന്തമായിരുന്നു. ഞങ്ങളെന്ന് പറയാതെ ഞാൻ കൊണ്ടുപോയി ആക്കാം. ഗൗരി തന്നിൽ നിന്നും വളരെ അകലെ എത്തിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നന്ദൻ പറഞ്ഞത്. അത് ഒരു അപേക്ഷയായിരുന്നു. വേണ്ട. ഗൗരിയുടെ മുഖത്തൊരു മുറുക്കം പ്രകടമായി. ഞങ്ങൾ ബസ്സിന് പോയിക്കൊള്ളാം. നേരം നന്നേ പുലർന്നുവല്ലോ. ധാരാളമായി ബസ്സിൽ യാത്ര ചെയ്ത് ശീലമുള്ളവളുമാണ് ഞാൻ. ഇനിയും ഞാൻ ആ ശീലം തുടരേണ്ടിയിരിക്കുന്നു. ഗൗരി, നന്ദൻ വെറുതെ വിളിച്ചു. മോനെ ഞാൻ കൂടെ കൊണ്ടുപോവുകയാണ്, ഗൗരി പറഞ്ഞു. ഇനിയുള്ള എൻ്റെ ജീവിതത്തിന് അവനെങ്കിലും വേണം. അതല്ല, അവനെ ഞാൻ കൊണ്ടുപോയി കൂടാ എന്ന് നന്ദേട്ടൻ പറയുകയാണെങ്കിൽ അതിനും എനിക്ക് തർക്കമില്ല. ഞാനും മരിച്ചേക്കാം. മക്കളില്ലാതാവുന്ന ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും വല്ല വൃദ്ധമന്ദിരത്തിലും ആക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മാത്രം മതി. ഗൗരി, നെഞ്ചു പൊട്ടിയാണ് നന്ദൻ വിളിച്ചത്. നോവൽ നാളെ തുടരും.